ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് EMF. It is the EMF or voltage whose magnitude changes instantaneously and direction reverses periodically. അതായത് ഒരു വോൾട്ടേജ്, ആ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ഇൻസ്റ്റൻറ്റിലും മാറിക്കൊണ്ടിരിക്കുന്നു, ഡയറക്ഷൻ പീരിയോഡിക്കലായിട്ട് അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ EMFനെയാണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് EMF എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചോദിക്കാം. അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: E=E0 sin ωt. അതുപോലെ ഇതിൻ്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കാം. അങ്ങനെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ y ആക്സിസിൽ വോൾട്ടേജ് എടുക്കുക, അതുപോലെ x ആക്സിസിൽ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്യുക. തീറ്റ =ωt. തീറ്റയുടെ വാല്യൂ 0, π/2, π, 3π/2, 2π എന്നെടുക്കാം. ഇനി അതല്ല, നമ്മൾ ടൈം മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഗ്രാഫ് വരക്കുന്നതെങ്കിൽ ടൈമിൻ്റെ വാല്യൂ 0 എടുക്കാം, t/4 എടുക്കാം, t/2 എടുക്കാം, 3t/4 എടുക്കാം, t എടുക്കാം. ഇതാണ് ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ EMFൻ്റെ ഇക്വേഷൻ E0 sin ωt ആണ്. ഇതൊരു സൈൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഈ ഗ്രാഫ് ഒരു സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആയിരിക്കും. അതായത് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് EMFൻ്റെ മാക്സിമം വാല്യൂ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. അതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? E0 ആണ്. മനസ്സിലായോ? ബാക്കിയുള്ള സമയത്തൊക്കെ ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? 0യിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആവാം, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂം ആവാം. നെഗറ്റീവ് മാക്സിമം വാല്യൂ ആണ് -E0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പീരിയോഡിക്കലായിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ അതേ വാല്യൂസ് തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും പോസിബിൾ ആണ്. അതുകൊണ്ട് ഏവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഓവർ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് AC എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0 ആണ്. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇറ്റ് ഈസ് ദ കറണ്ട് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ആൻഡ് ഡയറക്ഷൻ റിവേഴ്സസ് പീരിയോഡിക്കലി. അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I=I0 sin ωt ആണ്. ഇതിൻ്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. നേരത്തെ വരച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫും വരക്കാം. ഇതും സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സൈനസോയിഡൽ ഗ്രാഫാണ്. ഇവിടെയും ഇതിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് ഇവിടെ ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം വാല്യൂ ആണ് I0 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നെഗറ്റീവ് മാക്സിമം ആണ് -I0 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള സമയത്തൊക്കെ ഇതിൻ്റെ വാല്യൂ 0യിൽ നിന്ന് മാക്സിമത്തിലേക്കും, മാക്സിമത്തിൽ നിന്ന് 0യിലേക്കും, നെഗറ്റീവ് മാക്സിമത്തിലേക്കും, വീണ്ടും 0യിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിലും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്തൊക്കെ വാല്യൂസ് പോസിബിൾ ആണോ അതേ വാല്യൂസ് തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും പോസിബിൾ ആണ്. അതുകൊണ്ട് ഏവറേജ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓവർ കംപ്ലീറ്റ് സൈക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അതും എത്രയാണ്? 0 ആണ്. മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, E=E0 sin ωt എന്ന ഇക്വേഷനിൽ E0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓർ മാക്സിമം വാല്യൂ ഓർ പീക്ക് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അതുപോലെ I=I0 sin ωt I0 ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓർ മാക്സിമം വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, ഇത് രണ്ടും ഗ്രാഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അത് ക്വസ്റ്റ്യനായി ചോദിക്കാം. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓവർ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് ചോദിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഏവറേജ് വാല്യൂ ഓവർ കംപ്ലീറ്റ് സൈക്കിൾ എത്രയാണ്? 0 ആണ്. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഏവറേജ് വാല്യൂ ഓഫ് AC ഓവർ ഹാഫ് സൈക്കിൾ. ഓക്കെ, ഹാഫ് സൈക്കിൾ എത്രയാണ് അതിൻ്റെ ഏവറേജ് വാല്യൂ? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഈ ഏവറേജ് =2E0 / π. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.637 E0, അതായത് 63.7% ഓഫ് പീക്ക് വാല്യൂ. അതുപോലെ I ഏവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 2I0 / π ആണ്. That is 0.637 I0. That is also equal to 63.7% of peak value of alternating current. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ RMS വാല്യൂ? RMS വാല്യൂ മീൻസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓർ എഫക്റ്റീവ് വാല്യൂ ഓർ വിർച്വൽ വാല്യൂ ഓഫ് AC. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ERMS E0 / √2. That is equal to 0.707 E0. That is 70.7% of peak value.
അതുപോലെ IRMS ഈസ് ഈക്വൽ ടു I0 ഡിവൈഡ് ബൈ √2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.707 I0. ദാറ്റ് ഈസ് 70.7% ഓഫ് പീക്ക് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, അതായത് മെഷേർഡ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ മെഷേർഡ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നിരിക്കുന്നത് RMS വാല്യൂ ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ മെഷേർഡ് വാല്യൂ ഓഫ് AC എന്ന് പറയുമ്പോൾ RMS വാല്യൂ ആണ്. കാരണം നിങ്ങൾ AC മെഷർ ചെയ്യുന്നത് ഹോട്ട് വയർ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ഹോട്ട് വയർ അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? RMS വാല്യൂ ആണ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് AC സർക്യൂട്ട്സിനെ കുറിച്ചാണ്. അതിൽ ആദ്യം പഠിക്കാനുള്ളത് AC ത്രൂ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് കുറേ അധികം 1 മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ ഒരു സോഴ്സ് ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. സോ E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ഈസ് ദ അപ്ലൈഡ് വോൾട്ടേജ്. ഇങ്ങനെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ എന്ത് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. നമുക്ക് വേണ്ടത് കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കറണ്ട് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ഓംസ് ലോ എന്ന് പറയുന്നത് DC സർക്യൂട്ടിലും അപ്ലൈ ചെയ്യാം, AC സർക്യൂട്ടിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് കറണ്ട് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? I ഈസ് ഈക്വൽ ടു E/R, ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ R. You can rewrite it as I is equal to E0 by R into sin omega t, that is equal to I0 sin omega t. ഓക്കെ, ഇവിടെ I0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. സോ പീക്ക് വാല്യൂ ഓഫ് AC ഇൻ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ I0 ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ R. പീക്ക് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് ആംഗിൾ എത്രയാണ്? ഒമേഗ ടി ആണ്. അതുപോലെ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി, അതിൻ്റെ ഫേസ് ആംഗിൾ എത്രയാണ്? ഒമേഗ ടി ആണ്. രണ്ടിൻ്റെയും ഫേസ് സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും എന്താണ്? സെയിം ഫേസിലാണ്. അല്ലെങ്കിൽ അവയ്ക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന ഒരു വോൾട്ടേജ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കും. ദെൻ ദ കറണ്ട് ഈസ് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. അല്ലെങ്കിൽ I ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി എന്ന ഒരു വോൾട്ടേജ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ I ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫേസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ പീക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു E0 ബൈ R. ഓക്കെ, അതുപോലെ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് രണ്ടും സെയിം ഫേസിലാണ്. സോ ദ ഫേസ് ഡിഫറൻസ് ഈസ് 0. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഡെറിവേഷൻ ഈസ് 3 മാർക്ക് ആൻഡ് ഈച്ച് ഇക്വേഷൻസ് ആർ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് എന്താണ് ഫേസേഴ്സ്, അതുപോലെ എന്താണ് ഫേസർ ഡയഗ്രാം. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ റൊട്ടേറ്റിംഗ് വെക്ടർ ദാറ്റ് റെപ്രസെൻറ്റ് സൈനസോയിഡലി വേരിയിങ് ക്വാണ്ടിറ്റീസ് ഈസ് കോൾഡ് ഫേസേഴ്സ്. എന്ന് പറഞ്ഞാൽ സൈനസോയിഡലായിട്ട് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് വെക്ടേഴ്സിനെയാണ് ഫേസേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അൾട്ടർനേറ്റിംഗ് വോൾട്ടേജും അൾട്ടർനേറ്റിംഗ് കറണ്ടും ഫേസേഴ്സ് ആണ്, ബിക്കോസ് ദേ വാരീസ് സൈനസോയിഡലി. ഓക്കെ, ഇനി this vector is imagined to rotate with angular velocity equal to the angular frequency of the quantity. എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇമേജിൻ ചെയ്യാം. ഓക്കെ, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി എന്തിന് ഈക്വൽ ആണ്? ആ ക്വാണ്ടിറ്റിയുടെ ആംഗുലാർ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? ഇനി ഈ ഫേസറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും ഒരു ലൈൻ സെഗ്മെൻറ്റ് വെച്ചാണ്. ലൈൻ സെഗ്മെൻറ്റ് വിത്ത് എൻ എയറോ ഹെഡ്. സാധാരണ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള കേസിൽ ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ഗിവ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ക്വാണ്ടിറ്റി. ഓക്കെ, സാധാരണ വെക്ടറിൻ്റെ കേസിൽ ലെങ്ത് ഗിവ്സ് മാഗ്നിറ്റ്യൂഡ്, ബട്ട് ഹിയർ ഇറ്റ് ഗിവ്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ക്വാണ്ടിറ്റി. ഓക്കെ, ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ഓൺ എ ഫിക്സഡ് ആക്സിസ് ഗിവ്സ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓക്കെ, ഇതിൻ്റെ എന്തെടുത്താൽ ഒരു ഫിക്സഡ് ആക്സിസിൽ ഒരു പ്രൊജക്ഷൻ എടുത്താൽ ദാറ്റ് പ്രൊജക്ഷൻ ഗിവ്സ് വാട്ട്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫേസർ ഡയഗ്രാം നോക്കാം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്. ഓക്കെ, എന്തിനെ? അൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെയും അൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഗ്രാഫ്.
ആ ഡയഗ്രത്തിനെയാണ് ഫേസർ ഡയഗ്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വി ആർ റെപ്രസെൻറ്റിംഗ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓഫ് സെയിം ഫ്രീക്വൻസി ആസ് ഫേസേഴ്സ് ഓർ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ്. മനസ്സിലായോ? അലോങ് വിത്ത് പ്രോപ്പർ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദം. അതായത് അതിൻ്റെ ഇടയിലുള്ള ഫേസ് ആംഗിൾ കൂടി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വരക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേസർ ഡയഗ്രം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസർ ഡയഗ്രം വരക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ ഫേസർ ഡയഗ്രം എങ്ങനെയാണ് വരക്കുന്നത്. ഓക്കെ, നമുക്കറിയാം പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെയും, അതായത് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെയും ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും ഈ രീതിയിൽ വരക്കാം. ഓക്കെ, രണ്ടും ഒരേ ലൈനിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയായതുകൊണ്ട്? 0 ആയതുകൊണ്ട്. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, ഫേസർ ഡയഗ്രം വരക്കാനുള്ള ഒരു മെത്തേഡാണിത്. ഇതല്ലെങ്കിൽ NCERTയിൽ ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ആദ്യം നിങ്ങൾ എക്സ് ആക്സ് മാർക്ക് ചെയ്യുക, പിന്നീട് വൈ ആക്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നോക്കുക. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ E sin omega t ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇക്വേഷൻ I0 sin omega t ആണ്. ഓക്കെ, രണ്ടിൻ്റെയും ഫേസ് ആംഗിൾ എത്രയാണ്? ഞാൻ ആദ്യം ഇവിടെ ഒമേഗ ടി മാർക്ക് ചെയ്യുന്നു, ആ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഹിയർ ഫേസേഴ്സ് ആർ ഇമേജിൻ ടു ബി റൊട്ടേറ്റിംഗ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പോസിറ്റീവ് ഫേസ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് എക്സ് ആക്സിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒമേഗ ടി മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കുന്നു. ഓക്കെ, കൂടാതെ അതിൻ്റെ ഒരു പ്രൊജക്ഷൻ മാർക്ക് ചെയ്യുന്നു വൈ ആക്സിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ പ്രൊജക്ഷൻ തരുന്നത് എന്താണ്? അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് I equal to I0 sin omega t and the length of the line segment gives what? I0. ഓക്കെ, അതുപോലെ ഞാൻ ആൾട്ടർനേറ്റീവ് വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര തന്നെയാണ്? ഒമേഗ ടി തന്നെയാണ്. അപ്പോൾ ഇതേ ആംഗിളിൽ തന്നെ എനിക്ക് എന്ത് വരക്കാം? EMF എന്ന ഫേസർ വരക്കാം. അതിൻ്റെ പ്രൊജക്ഷൻ ഞാൻ വൈ ആക്സിലേക്ക് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് E equal to E0 sin omega t and the length of this line segment gives what? The amplitude of EMF, that is E0. ഈ രീതിയിലാണ് നമ്മൾ ഫേസർ ഡയഗ്രം വരക്കുന്നത്. കൂടാതെ നിങ്ങളോട് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ആൾട്ടർനേറ്റിംഗ് കറണ്ടും ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ഇവിടെയുള്ള കേസിൽ EMF E0 sin omega t ആണ്, കറണ്ട് I0 sin omega t ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരണം? സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ ടൈമിലാണ്. അതുപോലെ ഒരേ ടൈമിൽ എന്ത് ചെയ്യുന്നു? അത് മാക്സിമത്തിലെത്തുന്നു. അതേപോലെ ഒരേ ടൈമിൽ എന്ത് ചെയ്യുന്നു? അത് നെഗറ്റീവ് മാക്സിമത്തിലെത്തുന്നു. അതുകൊണ്ട് രണ്ടും എന്താണ്? സെയിം ഫേസിലാണ്. ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഒന്നുകിൽ ഫേസർ ഡയഗ്രം വരക്കാൻ പറയും, അല്ലെങ്കിൽ ഗ്രാഫ് വരക്കാൻ പറയും. അല്ലെങ്കിൽ ഫേസർ ഡയഗ്രം തന്നുകൊണ്ട് അത് ഏത് സർക്യൂട്ടാണെന്ന് അനലൈസ് ചെയ്യാൻ പറയും. ഓക്കെ, മനസ്സിലായി? അപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. രണ്ടും ഒരേ ഫേസ് ആംഗിളിലാണ് തന്നതെങ്കിൽ ആ രണ്ട് ഫേസറിൻ്റെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് സർക്യൂട്ടാണെന്ന് പറയാം? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണെന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് ഗ്രാഫാണ് തന്നതെങ്കിൽ ആ ഗ്രാഫ് വെച്ച് നിങ്ങൾ ഇക്വേഷൻ എഴുതുക. നമുക്കറിയാം, ഈ ഗ്രാഫ് കണ്ടാൽ നമുക്കറിയാം അതെന്താണ്? രണ്ടും സൈനസോയിഡൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് രണ്ടും എന്താണ്? ഒരേ ഫേസിലാണ്. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. സോ ഇറ്റ് ഈസ് വാട്ട്? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഈ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സർക്യൂട്ട് ഏതാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടാണ്. ദാറ്റ് ഈസ് AC ത്രൂ പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട്. ഇവിടെയുള്ള കേസിലും ഒരു 3 മാർക്കിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. അതുപോലെ കുറേ 1 മാർക്ക് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഞാൻ അപ്ലൈഡ് EMFൻ്റെ ഇക്വേഷൻ E0 sin omega t എന്ന് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഒരു കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? നിങ്ങളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ചാർജിനെ സ്റ്റോർ ചെയ്യും, അല്ലേ? അതുപോലെ ഇതും എന്ത് ചെയ്യും? ചാർജിനെ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ചാർജ് സ്റ്റോർഡ് ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ ഈസ് ഗിവൺ ബൈ Q = CV. ഇവിടെ V യുടെ സ്ഥാനത്ത് E ആണ്. സോ ഇറ്റ് ഈസ് Q = C × E, where E = E0 sin omega t. So the equation is C E0 sin omega t. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കറണ്ട് ആണ്. ചാർജ് അറിയാമെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാം. സോ വി നോ ദാറ്റ് I = dQ/dt. ഓക്കെ, സോ d/dt of C E0 sin omega t എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് C E0 × d/dt of sin omega t, because C and E0 are constant. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. C E0 omega cos omega t എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് d/dθ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അതുപോലെ d/dθ ഓഫ് സൈൻ 2θ എന്ന് പറയുന്നത് 2 cos 2θ ആണ്. ഓക്കെ,
മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. ദെർഫോർ ദ ഇക്വേഷൻ ഈസ് സി ഇ സീറോ ഒമേഗ കോസ് ഒമേഗ ടി. ഇത് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ? ഐ ഈസ് ഈക്വൽ ടു ഇ സീറോ ഡിവൈഡ് ബൈ 1 ബൈ സി ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഓക്കെ, ഇ സീറോ ഡിവൈഡ് ബൈ 1 ബൈ സി ഒമേഗ എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? സി ഇ സീറോ ഒമേഗ തന്നെയാണ്. അപ്പോൾ ഇക്വേഷന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുന്നു. ഐ ഈക്വൽ ടു ഐ സീറോ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഇ സീറോ ബൈ 1 ബൈ സി ഒമേഗ ഈസ് ടേക്കൺ ആസ് ഐ സീറോ. ഓക്കെ, ഇനി നമുക്കറിയാം കോസ് ഒമേഗ ടീനെ നമുക്ക് സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. സോ ദ ഇക്വേഷൻ ഈസ് ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. കാരണം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 90 പ്ലസ് തീറ്റയാണ്. Okay, that is equal to sin theta plus 90. So this is the equation for what? Instantaneous value of current in pure capacitor circuit. മനസ്സിലായില്ലേ? ഇനി ഇവിടെയുള്ള കേസിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എത്രയാണ്? I0 ആണ്. വാട്ട് ഈസ് I0? E0 ഡിവൈഡ് ബൈ 1 ബൈ സി ഒമേഗയാണ്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യൂ. ഒന്നാമത്തെ ഇക്വേഷനിൽ കിട്ടിയിരിക്കും, ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. സോ ദ ഫേസ് ആംഗിൾ ഈസ് വാട്ട്? ഒമേഗ ടി. അതുപോലെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. എന്തുകൊണ്ടാണ് ഞാൻ കോസ് ഒമേഗ ടിനെ സൈനിലേക്ക് മാറ്റിയെന്ന് മനസ്സിലായോ? കാരണം നമ്മുടെ എയിം എന്താണ്? കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഇടയിലുള്ള ഫേസ് ആംഗിൾ കണ്ടുപിടിക്കുക എന്നാണ്. ഫേസ് ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫേസ് ആംഗിൾ കാണണമെങ്കിൽ രണ്ടും ഒരേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയി. ഒന്ന് സൈൻ ആണെങ്കിൽ അടുത്തതും സൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് കോസ് ആണെങ്കിൽ അടുത്തതും എന്തായിരിക്കണം? കോസ് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്? കോസ് ഒമേഗ ടിയെ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആക്കിയത്. ഇനി ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? രണ്ടും ഒരേ ഫേസിലാണോ? അല്ല, അവ തമ്മിൽ എന്നിട്ട് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. എത്രയാണ്? പൈ ബൈ 2. ശരിയല്ലേ? അപ്പോൾ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ബൈ 2 ആണ് ഇൻ ദ കേസ് ഓഫ് പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട്. മനസ്സിലായോ? കൂടാതെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇവിടെയുള്ള കേസിൽ ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെയുള്ള കേസിൽ കറണ്ട് എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു. ഓക്കെ, കറണ്ട് ലീഡ്സ് ബൈ പൈ ബൈ 2 റേഡിയൻ, ഓർ വി ക്യാൻ സേ വോൾട്ടേജ് ലാഗ്സ് ബൈ പൈ ബൈ 2. മനസ്സിലായോ? ഓക്കെ, ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ അറിയണം? വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആയിരിക്കും. ദാറ്റ് ഇസ് എ കേസ് ഓഫ് പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട്. ഇനി ഇങ്ങനെയാണ് ചോദിച്ചതെങ്കിലോ? ഇ ഈക്വൽ ടു E0 കോസ് ഒമേഗ ടി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ? പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഐ ഈസ് ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നായിരിക്കും. മനസ്സിലായോ? ഈ രീതിയിലെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതുപോലെ പീക്ക് വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക. I0 ഈസ് ഈക്വൽ ടു E0 ബൈ 1 ബൈ സി ഒമേഗയാണ്. അതുപോലെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ബൈ 2 ആണ്. ഇവിടെ ആരാ ലീഡ് ചെയ്യുന്നത്? കറണ്ട് ലീഡ് ചെയ്യുന്നു. ആര് ലാഗ് ചെയ്യുന്നു? വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. ഓക്കെ, കറണ്ട് പൈ ബൈ 2ൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടാണ്. വോൾട്ടേജ് പൈ ബൈ 2 ലാഗ് ചെയ്തു എന്ന് പറയുമ്പോൾ അതെന്താണ്? പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടാണ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടെയുള്ള കേസിൽ എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം വരക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം വരക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഒരു മെത്തേഡ്. ഇവിടെയുള്ള കേസിൽ ഇയും ഐയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ബൈ 2 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇയും ഐയും എന്ത് ചെയ്തത്? പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചത്. കാരണം ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. ഐ ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ വോൾട്ടേജ് ഫേസർ വരച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫേസർ എങ്ങനെ വരക്കണം? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കണം. എന്ന് പറഞ്ഞാൽ കറണ്ട് ഫേസർ എങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇയിൽ നിന്ന് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെയാണ് നമുക്ക് ഈ ഡയഗ്രം കിട്ടുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ വരക്കാം. ഫേസർ ഡയഗ്രം ഇങ്ങനെ വേണമെങ്കിൽ വരക്കാം. ഇങ്ങനെ വരച്ചാൽ എന്താ പ്രത്യേകത? ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇയുടെയും ഐയുടെയും ഇടയിലുള്ള ഫേസ് ആംഗിൾ എത്രയാണ്? പൈ ബൈ 2 ആണ്. മനസ്സിലായോ? ഇവിടെയുള്ള കേസിൽ ഞാൻ ഏത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടാണ് വരച്ചത്? വോൾട്ടേജ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എത്ര ഡിഗ്രി? പൈ ബൈ 2 ഡിഗ്രി. എങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഐ ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണോ മൈനസ് പൈ ബൈ 2 ആണോ? മൈനസ് പൈ ബൈ 2. കാരണം എന്തുകൊണ്ടാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് വാട്ട്? പോസിറ്റീവ്. ഇവിടെയുള്ള കേസിൽ അത് ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ഇറ്റ് ഈസ് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പോഴും ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ബൈ 2 ആണ്. ആര് ലാഗ് ചെയ്യുന്നു? EMF ലാഗ് ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് മൈനസ് പൈ ബൈ 2. മനസ്സിലായില്ല? ഇനി അതല്ലെങ്കിൽ നമ്മൾ വരക്കുന്നത് ഈ രീതിയിലാണ്. എക്സ് ആക്സിസ് വരക്കുക, വൈ ആക്സിസ് വരക്കുക. ഓക്കെ, ഒമേഗ ടി മാർക്ക് ചെയ്തിട്ട് എന്ത് വരക്കുക? EMF മാർക്ക് ചെയ്യുക. കാരണം ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ മാർക്ക് ചെയ്യുക. ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. അടുത്തത് നമുക്ക് ഏതാ വരക്കേണ്ടത്?
കറണ്ടാണ് വരക്കേണ്ടത്. കറണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് ഫേസർ എന്ന് പറയുമ്പോൾ അത് ഇ എം എഫിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. പക്ഷെ അത് എങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ആൻറ്റി ക്ലോക്ക്. അപ്പോൾ ഇയിൽ നിന്ന് 90 ഡിഗ്രി കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ഫേസർ എന്ത് ചെയ്യുന്നു? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ ഫേസർ ഡയഗ്രാം വരാം. അതുപോലെ ഇതിൻ്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഗ്രാഫ് വരക്കാൻ ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. E=E0 sin omega t ആണ്. I=I0 sin omega t plus π/2 ആണ്. ദാറ്റ് ഈസ് I=I0 cos omega t ആണ്. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് സൈൻ ഫംഗ്ഷൻ ആണ്, കറണ്ട് എന്ന് പറയുന്നത് കൊസൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇ എം എഫിൻ്റെ ഗ്രാഫ് സൈൻ ഫംഗ്ഷൻ ആക്കി വരക്കുക, അതേപോലെ തന്നെ കറണ്ടിൻ്റെ ഗ്രാഫ് കൊസൈൻ ഫംഗ്ഷൻ ആക്കി വരക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? അതായത് E=E0 sin omega t, I=I0 cos omega t. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രാഫ് അനലൈസ് ചെയ്ത് അത് ഏത് ഫംഗ്ഷനാണെന്ന് നോക്കുക. ഓക്കെ, കറണ്ടിൻ്റെ ഗ്രാഫ് നോക്കിയാൽ അത് മനസ്സിലായി, I=I0 cos omega t എന്ന് മനസ്സിലായി. വോൾട്ടേജിൻ്റെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇത് E=E0 sin omega t എന്ന് മനസ്സിലായി. അപ്പോൾ അവ തമ്മിൽ എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് കോസ് ആണ്, ഒന്ന് സൈൻ ആണ്. സോ കോസ് ഈസ് റിട്ടൺ ആസ് sin omega t plus π/2. അപ്പോൾ അത് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്, π/2 ആണ്. ആര് ലീഡ് ചെയ്യുന്നു? കറണ്ട് ലീഡ് ചെയ്യുന്നു. അങ്ങനെ കറണ്ട് ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഇതെന്താണ്? പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട്. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വാട്ട് ഈസ് മീൻഡ് ബൈ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, നമുക്കറിയാം പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I0=E0/1/c omega അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. എന്താണ്? E0/xc എന്ന് എഴുതാം. സാധാരണ കറണ്ട് എന്ന് പറയുമ്പോൾ I=E/R ആണ്. ഇവിടെ ആറിൻ്റെ സ്ഥാനത്താണ് ആര് വരുന്നത്? 1/c omega വരുന്നത്, അല്ലെങ്കിൽ XC വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XC ആണ്. XC=1/c omega, where omega is 2πf. ആംഗുലർ വെലോസിറ്റി ഓർ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് 2πf ആണ്. സോ 1/2πfc എന്ന് എഴുതാം. ഓക്കെ, സോ ആക്ച്വലി കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ ടു ദ ഫ്ലോ ഓഫ് AC. അതായത് AC-ക്കെതിരെ കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, കൂടാതെ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. XC എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് ചെയ്യുന്നു? മാറുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളോട് ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഏത് തമ്മിലുള്ള ഗ്രാഫ്? വേരിയേഷൻ ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിത്ത് ഫ്രീക്വൻസി ഓഫ് AC. അങ്ങനെ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ബിക്കോസ് ഹിയർ when the frequency increases, capacitive reactance എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. For higher frequency AC, capacitive reactance is lesser. Okay, and for low frequency AC, capacitive reactance is higher. മനസ്സിലായി? അപ്പോൾ ഫ്രീക്വൻസി കുറയും തോറും കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുന്നു, ഫ്രീക്വൻസി കൂടുന്തോറും കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല? ഫ്രീക്വൻസി ഓഫ് AC-യെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്രീക്വൻസി മാറിയാലും റെസിസ്റ്റൻസ് മാറില്ല. ഓക്കെ, പക്ഷേ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് AC ത്രൂ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് AC ത്രൂ പ്യുവർ ഇൻഡക്ടർ ആണ്, പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിലും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്, കൂടാതെ 1 മാർക്കിന് ക്വസ്റ്റൻ ചോദിക്കും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം പഠിക്കുക. ഓക്കെ, ഈ സർക്യൂട്ടിൽ L ആണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. കൂടാതെ അതിനെ ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്ലൈഡ് EMF ഈസ് E=E0 sin omega t. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു അൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഒരു അൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് വേരിയിങ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻഡക്ടറിലൂടെ ഒരു വേരിയിങ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് E=-L/di/dt. ഈ ഇൻഡ്യൂസ്ഡ് EMF എല്ലായ്പ്പോഴും അപ്ലൈഡ് EMF-നെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 EMF ഉണ്ട്. ഒന്ന് അപ്ലൈഡ് EMF ഉണ്ട്, പിന്നെ ഒന്ന് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസസ് വാട്ട്? അപ്ലൈഡ് EMF. അതുകൊണ്ട് ഈ സർക്യൂട്ടിലുള്ള നെറ്റ് EMF എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം E-L/di/dt ആണ്. ഓക്കെ, E-L/di/dt ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നെറ്റ് EMF എത്രയാണ്? ഇവിടെ 0 ആണ്. ഓക്കെ, എന്തുകൊണ്ട് ഇവിടെ നെറ്റ് EMF 0 ആയി? ബിക്കോസ് നെറ്റ് EMF ഈസ് ഈക്വൽ ടു I/R എന്നാണ് എഴുതുക. മനസ്സിലായി? നെറ്റ് EMF എങ്ങനെ എഴുതുന്നത്? I/R ആണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്? ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് 0. അപ്പോൾ നെറ്റ് EMF എത്രയാണ്? E-L/di/dt. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ E ഈസ് ഈക്വൽ ടു L/di/dt എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് DI കണ്ടുപിടിക്കാൻ. DI ഈസ് ഈക്വൽ ടു E/dt/L ആണ്. മനസ്സിലായോ? സോ DI ഈസ് ഈക്വൽ ടു ഇയുടെ സ്ഥാനത്ത് E0 sin omega t കൊടുക്കാം. സോ DI ഈസ് ഈക്വൽ ടു E0 sin omega t/L × dt.
നമുക്ക് വേണ്ടത് കറണ്ടാണ്. കറണ്ട് കണ്ടുപിടിക്കണം, നിങ്ങൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഐ ഈസ് ഈക്വൽ ടു E0/L ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് E0 കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ എൽ ഒമേഗ. ഓക്കെ, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. അതുപോലെ ഇൻ്റഗ്രൽ സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 ആണ്. മനസ്സിലായോ? കൂടാതെ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് പറയുമ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ ഒമേഗ എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന, അങ്ങനെയാണ് നമുക്ക് ഐ ഈക്വൽ ടു മൈനസ് E0 കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ എൽ ഒമേഗ എന്ന് കിട്ടുന്നത്. ഇതിന് നമുക്ക് I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് എഴുതാം. മനസ്സിലായോ? അതെങ്ങനെയാണ് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടുന്നത്? നമുക്ക് കോസ് തീറ്റയെ സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെ വെച്ചാൽ മൈനസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ 90 മൈനസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ മൈനസ് 90. അങ്ങനെയാണ് നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടുന്നത്? ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടുന്നത്. മനസ്സിലായോ? ഇവിടെ I0 ആണ് പീക്ക് വാല്യൂ. സോ പീക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ എൽ ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ കേസ് ഓഫ് പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്. മനസ്സിലായോ? ഇനി നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യൂ. ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ ഫേസ് ആംഗിൾ ഒമേഗ ടി. അതുപോലെ കറണ്ടിൻ്റെ ആണെങ്കിൽ I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. സോ ഫേസ് ആംഗിൾ ഈസ് ഒമേഗ ടി മൈനസ് പൈ ബൈ 2. സോ ദർ ഇസ് എ ഫേസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ എന്തുണ്ട്? ഫേസ് ഡിഫറൻസ് ഉണ്ട്. എത്രയാണ് ഫേസ് ഡിഫറൻസ്? പൈ ബൈ 2 റേഡിയൻ ആണ് അല്ലേ? ഇവിടെയുള്ള കേസിൽ E0 സൈൻ ഒമേഗ ടി ആണ്. I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ ആര് ലീഡ് ചെയ്യുന്നു? വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു, കറണ്ട് എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുന്നു. സോ കറണ്ട് ലാഗ്സ് ബൈ പൈ ബൈ 2, വോൾട്ടേജ് ലീഡ്സ് ബൈ പൈ ബൈ 2. സോ ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായി? അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്, പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ലീഡ്സ് ബൈ പൈ ബൈ 2, വോൾട്ടേജ് ലാഗ്സ് ബൈ പൈ ബൈ 2. പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ലാഗ്സ് ബൈ പൈ ബൈ 2 ആൻഡ് വോൾട്ടേജ് ലീഡ്സ് ബൈ പൈ ബൈ 2. സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം വരക്കുക? നേരത്തെ പോലെ തന്നെ ഞാൻ വരക്കുന്നു. ഓക്കെ, വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ വരക്കണം. ഐ എങ്ങനെയാണ് വരക്കുന്നത്? ഐ എന്ന് പറയുന്ന ഫേസർ എന്താണ്? 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. ലാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ബൈ 2 ആണ്. മൈനസ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഫേസറിൽ നിന്ന് കറണ്ട് എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. സോ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. മനസ്സിലായോ? ഇനി ഞാൻ ഈ രീതിയിലാണ് വരക്കുന്നതെങ്കിലോ, ആദ്യം ഞാൻ ഐ വരച്ചു, അതിനുശേഷമാണ് എന്ന് പറയുന്ന ഫേസർ വരക്കുന്നതെങ്കിലോ, അപ്പോഴും ഫേസ് ഡിഫറൻസ് ഉണ്ട്. പൈ ബൈ 2 ആണ് ഫേസ് ഡിഫറൻസ്. പക്ഷേ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ലീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്ലസ് പൈ ബൈ 2 ആണ്. പ്ലസ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ടേക്കാണ്? ഈ വോൾട്ടേജ് എന്ന് പറയുന്ന ഫേസർ കറണ്ട് ഫേസറിൽ നിന്ന് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് വരക്കാവുന്നത് NCERT പറഞ്ഞതുപോലെ വരക്കാം. എക്സ് ആക്സ് വരക്കുക, വൈ ആക്സ് വരക്കുക. ആദ്യം എന്ത് വരക്കുക? ഒമേഗ ടി മാർക്ക് ചെയ്യുക, E0 വരക്കുക. അതിൻ്റെ പ്രൊജക്ഷൻ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി മാർക്ക് ചെയ്യുക. ഇനി കറണ്ട് ഫേസർ വരക്കണം. കറണ്ട് ഫേസർ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ലാഗ് ചെയ്യുന്നു പൈ ബൈ 2. പൈ ബൈ 2 ലാഗ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പൈ ബൈ 2 റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വരക്കുന്നത്. കൂടാതെ അതിൻ്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഗ്രാഫ് വരക്കാൻ ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. നമുക്ക് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ E0 സൈൻ ഒമേഗ ടി എന്നറിയാം. കറണ്ടിൻ്റെ ഇക്വേഷൻ I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. ദാറ്റ് ഈസ് മൈനസ് I0 കോസ് ഒമേഗ ടി. ഒന്ന് സൈൻ ഫംഗ്ഷനാണ്, മറ്റേതെന്താണ്? നെഗറ്റീവ് കോസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഒന്ന് സൈൻ ഗ്രാഫ് വരും, മറ്റേത് കോസ് ഗ്രാഫിൻ്റെ നെഗറ്റീവ് വരും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇനി നിങ്ങളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഫേസർ ഡയഗ്രാം വരക്കാൻ ചോദിക്കാം, ഗ്രാഫ് വരക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം തന്നിട്ട് അത് ഏത് സർക്യൂട്ടാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് ഏത് സർക്യൂട്ടാണെന്ന് ചോദിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടിൻ്റെ കേസിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I0 ഈസ് ഈക്വൽ ടു E0 ബൈ എൽ ഒമേഗയാണ്. നമുക്കറിയാം സാധാരണഗതിയിൽ I ഈസ് ഈക്വൽ ടു E/R എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് ആരാ വരുന്നത്? എൽ ഒമേഗയാണ്. ഓക്കെ, അതുപോലെ ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ബൈ XL. അപ്പോൾ ഇവിടെ എൽ ഒമേഗ അല്ലെങ്കിൽ XL വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. സോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ഈക്വൽ ടു എൽ ഒമേഗ ആൻഡ് ഒമേഗ ഈസ് 2πf. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2πf ഇൻറ്റു L.
മനസ്സിലായില്ല? അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ ടു ദ ഫ്ലോ ഓഫ് എ സി. ഓക്കെ, അപ്പോൾ എ സിയുടെ ഫ്ലോയിനെതിരായിട്ട് ഇൻഡക്ടർ കൊടുക്കുന്ന ഒപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റും എന്താണ്? ഓം തന്നെയാണ്. ഓക്കെ, കൂടാതെ ഇവിടെയുള്ള കേസിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറുന്നു എന്ന് പറയാം. സോ എക്സ് എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ എക്സ് എൽ കൂടുതലാണ്, ഫ്രീക്വൻസി കുറയുമ്പോൾ എന്താണ്? എക്സ് എൽ കുറവാണ്. ഓക്കെ, ഫോർ ഹയർ ഫ്രീക്വൻസി എ സി ഇൻഡക്ടർ ഗീവ്സ് വാട്ട്? മോർ ഒപ്പോസിഷൻ. ആൻഡ് ഫോർ ലോ ഫ്രീക്വൻസി എ സി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫേഴ്സ് ലെസ് റിയാക്ടൻസ്. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഗ്രാഫ് വരക്കാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് എക്സ് എൽ എഫിൽ അപ്പോൾ നമുക്കറിയാം എക്സ് എൽ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. സോ എക്സ് എൽ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്, പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട് കൃത്യമായി പഠിച്ചു വെക്കുക. അവിടെയുള്ള കേസിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, പീക്ക് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, മനസ്സിലായോ? ഫേസ് ആംഗിൾ, ദാറ്റ് ഈസ് ഫേസ് ഡിഫറൻസ്, ആര് ലീഡ് ചെയ്യുന്നു ആര് ലാഗ് ചെയ്യുന്നു എന്നൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. ഓരോന്നിൻ്റെയും ഫേസർ ഡയഗ്രാം പഠിക്കുക, ഗ്രാഫ് പഠിച്ചു വെക്കുക. ഈ ഗ്രാഫിൽ നിന്നും ഫേസർ ഡയഗ്രത്തിൽ നിന്നും എങ്ങനെയാണ് സർക്യൂട്ട് കണ്ടുപിടിക്കുന്നത്, ഏത് ടൈപ്പ് സർക്യൂട്ടാണ്, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണോ, പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടാണോ, പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടാണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു തന്നു. അത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.